നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനധികൃത മണൽ ഖനനം നടപടി ശക്തമാക്കി അധികൃതർ. 60 ലോഡ് മണൽ പിടികൂടി. കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലം അന്തിമ രൂപരേഖയാകുന്നു. ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിച്ചു. ബേക്കൽ ഉപജില്ലാ കലോത്സവം ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ലോഗോ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് കൃഷിഭവനിൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം നടത്തി. ദേവസ്വം ബോർഡുകളിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ജോലി സംവരണം വേണം. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മടിയൻപാടത്ത് കാർഷിക മുന്നേറ്റമൊരുക്കി വീട്ടമ്മമാർ. കൊയ്ത്തുത്സവം നടന്നു. ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് സ്റ്റിക് ഡേ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. വാർത്തകൾ വിശദമായി. അനധികൃത മണൽ ഖനനം നടപടി ശക്തമാക്കി റവന്യൂ അധികൃതർ. മണൽക്കടത്തിനെതിരെ റവന്യൂ അധികൃതർ നടപടി കർശനമാക്കി. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം രൂപവൽക്കരിച്ച സ്പെഷ്യൽ കോഡിന്റെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കകം നടത്തിയ പരിശോധനയിൽ 8 മണ്ണുമാന്തി യന്ത്രങ്ങളും 38 ടിപ്പർ ലോറികളും പിടികൂടി. രേഖകളില്ലാതെ മണൽ ഖനനം നടത്തിയതിനാണ് ഇവ പിടികൂടിയത്. തീരദേശ പ്രദേശങ്ങളിലെ കരമണൽ ഖനനത്തിനെതിരെയും നടപടി കർശനമാക്കിയിട്ടുണ്ട്. ഒഴിവു ദിവസങ്ങളിൽ നടക്കുന്ന മണൽ ഖനനം തടയാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. ഒഴിവു ദിവസങ്ങളിലെ ഖനനത്തിനെതിരെ പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ചാണ് റെയ്ഡ് നടക്കുന്നത്. ചൊവ്വാഴ്ച അജാനൂർ മുട്ടുന്തറയിൽ നടത്തിയ പരിശോധനയിൽ കൂട്ടിയിട്ട 60 ലോഡ് മണൽ പിടികൂടി. മണൽ പിടിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമവും നടന്നു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഹൊസൂർ താലൂക്കിൽ അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്ക്വാഡുകൾ ഉണ്ടാക്കുകയും ആ സ്പെഷ്യൽ സ്ക്വാഡുകൾ ലീവിൻ്റെ ദിവസവും അതുപോലെ തന്നെ ഓഫീസ് ടൈമിന് പുറമേയും രാത്രികാലങ്ങളിൽ പരിശോധന നടത്തുകയും അനധികൃതമായിട്ട് കൂട്ടിയിട്ട മണലുകൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനം കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. മുട്ടുന്നല എന്ന സ്ഥലത്ത് 2 സ്ഥലത്തായിട്ട് കൂട്ടിയിട്ട ഏകദേശം 60 ലോഡ് കരമണൽ കണ്ടുകെട്ടുകയും അതായത് 2 ദിവസങ്ങളായി നിർമ്മിതിയുടെ കോമ്പൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രശ്നമായ പരിശോധന നടത്തുന്നതായിരിക്കും. ഇതുപോലെ അനധികൃത മണൽ കണ്ടുകെട്ടുന്നത് ഈ സ്ഥലമുടമയുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. പിടിച്ചെടുത്ത വാഹനങ്ങൾ പഴയ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ഹൊസ്ദുർഗ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ, അജാനൂർ പള്ളിക്കര ഹൊസ്ദുർഗ് വില്ലേജ് ഓഫീസർമാരായ സി സുനിൽ, പി രാജേഷ്, ടി സജീവൻ തുടങ്ങിയവർ നേതൃത്വമേകി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലത്തിന് അന്തിമ രൂപരേഖയായി. ജില്ലാ കലക്ടർ കെ ജീവൻ ബാബു സ്ഥലം സന്ദർശിച്ചു. നിർദ്ദിഷ്ട കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച രാവിലെ ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു അക്വയർ ചെയ്യാനായി കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ മൂല്യവില നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും. കോടതികളിലെ കേസുകൾ തീർപ്പായ സാഹചര്യത്തിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ നടപടികൾ വേഗത്തിലാവാനാണ് സാധ്യത. ജില്ലാ കളക്ടറോടൊപ്പം ഡെപ്യൂട്ടി കളക്ടർ പി കെ ജയശ്രീ, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ജയലക്ഷ്മി, ഹൊസ്ദുർഗ് വില്ലേജ് ഓഫീസർ പി കെ സജീവൻ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ എച്ച് ശിവദത്ത്, എം പി ജാഫർ, എസ് കെ കുട്ടൻ, എ ഹമീദ് ഹാജി, സുറൂർ മൊയ്തു ഹാജി, ടി മുഹമ്മദ് അസ്ലം, കെ പ്രഭാകരൻ തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ബേക്കൽ ഉപജില്ലാ കലോത്സവം നവംബർ 14 മുതൽ 19 വരെ തീയതികളിലായി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ലോഗോ പ്രകാശനം നടന്നു. നവംബർ 14 മുതൽ 19 വരെ തീയതികളിലായി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് മുസ്ലിം ഓർഫനേജ് പ്രസിഡന്റ്
PK അബ്ദുള്ള കുഞ്ഞി ഡോക്ടർ അഹമ്മദ് ഹാഫീസിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്കർ അതിഞ്ഞാലാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. A. ഹമീദ് ഹാജി, M. ഹമീദ് ഹാജി, K. അബ്ദുള്ള ഖാദർ, ഗംഗാധരൻ, കൃഷ്ണൻകുട്ടി, MM അഷ്റഫ്, പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് കൃഷിഭവനിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യം. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കൃഷിഭവൻ മുഖേന സംഭരിച്ച പച്ചത്തേങ്ങയുടെ 30 ലക്ഷത്തോളം വരുന്ന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കാഞ്ഞങ്ങാട് കൃഷിഭവനിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. മുൻ കേരഫെഡ് ചെയർമാനായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി M. അസിനാർ, ബ്ലോക്ക് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ, രവീന്ദ്രൻ ചേടിറോഡ്, KP മധു, അശോക് ഹെഗ്ഡെ, ലീലാവതി, രാജ്മോഹനൻ, K. കുഞ്ഞികൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ മേഖലയിലും ദേവസ്വം ബോർഡുകളിലും പട്ടിക വിഭാഗങ്ങൾക്ക് നിയമം മൂലം ജോലി സംവരണം നടപ്പിലാക്കണമെന്നാവശ്യം. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലും ദേവസ്വം ബോർഡുകളിലും പട്ടിക വിഭാഗങ്ങൾക്ക് നിയമം മൂലം ജോലി സംവരണം ചെയ്യുക, ഭൂരഹിതർക്ക് ഭൂമിയും ഭവനരഹിതർക്ക് വീടും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. HK ദാമോദരൻ അധ്യക്ഷനായി. PK സംസ്ഥാന കമ്മിറ്റി അംഗം P. ശ്യാമള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK പണിക്കർ, ജില്ലാ സെക്രട്ടറി കൊട്ടറ വാസുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുമ്മലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ഏളാട് കൃഷ്ണൻ, ചന്ദ്രൻ കൊക്കാൽ, P. ഹൈമാവതി, P. ചുക്രൻ, V. വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി. മടിയനിലെ തരിശുഭൂമിയിൽ നെൽകൃഷിയിറക്കി വീട്ടമ്മമാർ മാതൃകയായി. അജാനൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് ജയ JLG ഗ്രൂപ്പ് അംഗങ്ങൾ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മടിയനിലെ തരിശുഭൂമി നെൽപ്പാടമാക്കി മാറ്റി മാതൃകയാവുകയാണ് അജാനൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് ജയ JLG ഗ്രൂപ്പ് അംഗങ്ങൾ. 3.5 ഏക്കർ സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയിരിക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 4-ാം വാർഡിനകത്ത് 3 ഏക്കർ ചില്ലറ സ്ഥലത്ത് ഇങ്ങനെയുള്ള JLG കൃഷി ചെയ്യാൻ മുമ്പോട്ട് വന്നതിന്റെ ഗ്രൂപ്പിന്റെ പ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് കേരളത്തിനകത്ത് നെൽകൃഷി അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വ്യാപകമായി നെൽകൃഷി നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തും ആ രൂപത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭാവിയിൽ ഇതിലുപരി നമുക്ക് നെൽകൃഷി JLGയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അജാനൂർ കൃഷി ഓഫീസർ ആർജിത, പാടശേഖര സമിതി അംഗങ്ങളായ നാരായണൻ, രാഘവൻ, വാർഡ് മെമ്പർ ഷീബ ഉമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു. രമണി, നാരായണി, ശാരദ, സാവിത്രി, സുജാത തുടങ്ങിയവർ നെൽകൃഷിക്ക് നേതൃത്വം നൽകി. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള 4-ാം വാർഡിലെ JLG ഗ്രൂപ്പായ ജയ ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള 3 ഏക്കറോളം തരിശിട്ട് കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത് എന്ത് തന്നെയായാലും മറ്റ് ഗ്രൂപ്പുകൾക്കും മറ്റ് കർഷകർക്കും മാതൃകാപരമാണ്. പാടശേഖര സമിതികളും പാടശേഖര സമിതിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ടും ഈ ഗ്രൂപ്പുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊയ്ത്തുത്സവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴത്തെ വീട്ടിൽ തങ്കമണിയും വയലപ്പുറം കൃഷ്ണനുമാണ് നെൽകൃഷി ഇറക്കാനായി സ്ഥലം വിട്ടു നൽകിയത്. ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് സ്റ്റിക് ഡേ ഘോഷയാത്രാ റാലി സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സത്യവും ധർമ്മവും നിത്യം പുലർത്തുവാൻ സർക്കാർ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സത്യവും ധർമ്മവും നിത്യം പുലർത്തുവാൻ സച്ചിദാനന്ദനാം ദൈവമേ നീ ഞങ്ങൾ തൻ കർമ്മപദങ്ങളിൽ നിന്നും നിന്റെ കൃപാവരം ചൊരിയണമേ ദേവാ, നിന്റെ കൃപാവരം ചൊരിയണമേ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് വെള്ളവടി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 15 നമ്മൾ വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുക. സേഫ്റ്റി ഡേ എന്ന് പറയുമ്പോൾ തന്നെ സുരക്ഷിതത്വ ദിനമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചയുള്ളവരെ പോലെ തന്നെ റോഡിലൂടെയൊക്കെ നടക്കാനും യാത്ര ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഇറ്റ് ഇസ് സിംബൽ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് കൂടി ഈ വെള്ളവടിയെ നമ്മൾ കാണുകയാണ്. ഗവൺമെന്റ് കോളേജ് NSS കോർഡിനേറ്റർ പ്രൊഫസർ വിനയൻ അധ്യക്ഷത വഹിച്ചു. ADM K അംബുജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. DED സെന്റർ കോർഡിനേറ്റർ രത്നാകരൻ, P തമ്പാൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് അലി, ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ സെക്രട്ടറി NK അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലൈൻഡ് സ്കൂൾ പരിസരത്തു നിന്നുമാണ് വെള്ളവടി ദിനറാലി ആരംഭിച്ചത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരി മയ്യിച്ച പാടശേഖരത്തിൽ നെൽകൃഷി അന്യമാകുന്നു. മഴ ലഭിക്കാതെയും ഉപ്പുവെള്ളം കെട്ടിക്കിടന്നും പാടം നഷ്ടത്തിന്റെ വക്കിലാണ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരി മയ്യിച്ച പാടശേഖരത്തിലും തുരുത്തി നിലമംഗലം ക്ഷേത്രക്കഴക പ്രദേശത്തുമാണ് നെൽകൃഷി ഇല്ലാതായിരിക്കുന്നത്. 35ഓളം കർഷകർ നെല്ല് വിളയിച്ചിരുന്ന പാടമാണ് മഴ ലഭിക്കാതെയും ഉപ്പുവെള്ളം കെട്ടിക്കിടന്നും ഇപ്പോൾ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. ചെറുവത്തൂർ കൃഷിഭവന്റെ മേൽനോട്ടത്തിലായിരുന്നു കാരി മയ്യിച്ച വയലിലെ കൃഷി. തുരുത്തി കരപ്പാട്ട് തറവാടിന്റെ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷിനാശം ഉണ്ടായതിനാൽ തുരുത്തി കഴകം നീലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ നിവേദ്യം പൂജാകർമ്മങ്ങൾക്കാവശ്യമായ നെല്ല് ലഭിക്കാത്തതിന്റെ ദുഃഖത്തിലാണ് ക്ഷേത്രസ്ഥാനികർ. മഴമാസത്തിലാണ് ഈ കൃഷിയുടെ ഇറക്കല്. മഴമാസത്തിൽ ഇറക്കുന്ന സമയത്ത് ഇപ്രാവശ്യം മഴ 1-ാം തീയതിയാണ് നമ്മൾ സാധാരണ അവിടെ പോലുള്ള അച്ഛന്മാർ ആളെല്ലാം കൂടിയിട്ട് അമ്പലത്തിലെ ദീപം തിരിയെല്ലാം കൊണ്ടുവന്നിട്ടാണ് ഫസ്റ്റിൽ ഇവിടെ ഇത് കൊള്ളിക്കല്. ഒരു പാത്രമെങ്കിലും ഒരു മൂലക്ക് കുറച്ചൊക്കെ നെല്ലിട്ടിട്ട് ആ സംഭവം ആക്കും. പിറ്റേന്ന് മുതൽ പിന്നെ നാളെ കൊട്ടിക്കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് വാളും. ഇപ്രാവശ്യം അതങ്ങനെ പോതുകൊണ്ടിന് പിന്നെ പിറ്റേന്ന് മഴയില്ലാത്തതുകൊണ്ട് അതങ്ങനെ വെച്ചു. അവിടെ നിന്ന് ഒരാഴ്ച 1 മാസം കഴിഞ്ഞ് കോട്ടപ്പുറം കളിയാട്ടത്തിൻ്റെ സമയമാകുമ്പോൾ സാധാരണ മഴ വരല്. എല്ലാ കൊല്ലം അത് സ്ഥിരം ഉണ്ടാകും തന്നെ. ഇക്കൊല്ലം മഴയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ അവിടെ മഴ വന്നു. മഴയുടെ സമയത്ത് തന്നെ നമ്മൾ കൃഷിയാക്കി. കൃഷി വാളിയിട്ടാകുമ്പോൾ എല്ലാം ഫുള്ള് വെള്ളം കയറി. പിന്നെ ഒരാഴ്ച പിന്നെ വെള്ളം സമുദ്രം പോലെ ആയിട്ടാകുമ്പോൾ പിന്നെ എല്ലാം ചെയ്യും. കഴിഞ്ഞ മേടമാസത്തിൽ വിത്തിട്ട് ഇപ്പോൾ കൊയ്ത്തു നടക്കേണ്ട പാടത്ത് കളകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വാർത്തകൾ തുടരുന്നു. കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മടിക്കൈ KM കുഞ്ഞിക്കണ്ണന്റെ വേർപാടിന് 22 വർഷം. CPM നീലേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരിക്കുളത്ത് അനുസ്മരണം നടന്നു. കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽ പ്രസ്ഥാനത്തിനും നാടിനും വേണ്ടി പോരാടിയ പോരാളിയും ജില്ലയിലെ അനവധി സ്ഥാപനങ്ങളുടെ അമരക്കാരനുമായിരുന്ന KM കുഞ്ഞിക്കണ്ണന്റെ 2ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ എരിക്കുളത്ത് വെച്ച് നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം C പ്രഭാകരൻ പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി.
തുടർന്ന് വൈകിട്ട് നടന്ന അനുസ്മരണ പൊതുയോഗം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി. ഈ ഭൂതകാലത്തെ നിഷേധിക്കുകയും തിരസ്കരിക്കുകയും തമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് മറ്റൊരു ഭൂതകാല പെരുമ നമ്മുടെ തലക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളും നമുക്ക് ചുറ്റും അതിസംഘടിതമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിന്റെ തലമുറ പൊതുരംഗത്തേക്ക് കടന്നെത്തുന്നത് ഇന്ന് നമ്മൾ കണ്ടിടപഴകി ജീവിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അടിമുടി വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ ആ പഴങ്കഥകളുടെ വിശദാംശങ്ങൾ അവതരിപ്പിക്കാൻ സമയമെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. പൊതുയോഗത്തിൽ വെച്ച് പഠന ഗവേഷണ കേന്ദ്രം CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല ഉദ്ഘാടനം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ നിർവഹിച്ചു. പ്രൊഫസർ വി കുട്ടൻ സ്മരണിക പരിചയപ്പെടുത്തി. KV കുമാരൻ, കരുവക്കാൽ ദാമോദരൻ, ബേബി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. M രാജൻ സ്വാഗതവും VT രത്നാകരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കർഷക കലാവേദിയുടെ നാടകവും അരങ്ങേറി. വിവാദ കുരുക്കായി ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് യാർഡിലെ കൂടാരം. അനധികൃത നിർമ്മാണത്തിനെതിരെ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്ന് കോൺഗ്രസ് നേതാവിന്റെ മുന്നറിയിപ്പ്. പൊളിച്ചുമാറ്റുമെന്ന് പഞ്ചായത്ത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തനത് ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുവത്തൂർ ഹൈടെക് ബസ് സ്റ്റാൻഡ് ഒരുക്കിയത്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ 20 ലക്ഷം രൂപയുടെ അനുബന്ധ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി. സെപ്റ്റംബർ 9 മന്ത്രി KT ജലീൽ ഉദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാൻഡിൽ സെപ്റ്റംബർ 19 രാവിലേക്കാണ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്തായി കൂടാരം ഉയർന്നത്. സ്റ്റാൻഡ് കയ്യേറി അനധികൃത നിർമ്മാണ പ്രവൃത്തി നടത്തിയതായി അന്നുതന്നെ LSGD എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചിരുന്നു. പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ചു പണിത ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി നിർമ്മിച്ച കൂടാരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പലരും പരാതി നൽകിയിരുന്നു. എന്നാൽ പൊളിച്ചു മാറ്റാൻ തയ്യാറായില്ല. അനധികൃതമായി പണിത കൂടാരം 1 മാസത്തോളമായിട്ടും പൊളിച്ചു നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സജീവൻ മടിവയൽ നവംബർ 20 പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്ന് കത്ത് ലഭിച്ച അധികൃതർ സജീവൻ മടിവയലുമായി അനുരഞ്ജന ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ അധികൃതർക്ക് ശനിയാഴ്ച വരെ സമയം നൽകി. അതിനുള്ളിൽ കൂടാരം പൊളിച്ചു മാറ്റുമെന്നും അധികൃതർ ഉറപ്പു നൽകി. ഇതോടെ 20 നടത്താനിരുന്ന നിരാഹാര സമരം ഒഴിവാക്കി. അതേസമയം ശനിയാഴ്ചക്കുള്ളിൽ കൂടാരം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ശനിയാഴ്ച മുതൽ സമരം നടത്തുമെന്ന് സജീവൻ അറിയിച്ചു. ഈ മാസം 20-ാം തീയതി പഞ്ചായത്തിന് മുന്നിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിരാഹാര സമരം അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നത്. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ ബഹുമാനപ്പെട്ട സ്ഥിരം സമിതി ചെയർമാൻ ശ്രീ കൊക്കോട്ട് നാരായണനും സെക്രട്ടറി ചേംബറിൽ നടന്ന ഒരു അനുരഞ്ജന അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു യോഗത്തോടുകൂടി ഇതിൻ്റെ ഒരു പരിപൂർണമായ രൂപം തയ്യാറാവും. ഇത് മാറ്റാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നടപടിക്രമവും എടുത്തിട്ടുണ്ട് എന്ന് സെക്രട്ടറി വാക്കാൽ അറിയിക്കുകയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് അനുബന്ധ പരിപാടികളുമായി മുന്നൊരുക്കം. സെമിനാറുകളും കലാകായിക പ്രകടനങ്ങളും അടക്കം വിവിധ പരിപാടികൾ. നവംബർ 2 മുതൽ 4 വരെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാലിക്കടവിൽ കൊട്ട് വര സ്ത്രീ മാറുന്ന ലോകം മാറ്റത്തിനായി സ്ത്രീശക്തി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ
കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. നാനാഭാഗങ്ങളിലും ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ഈ തൃക്കരിപ്പൂരോ പീലിക്കോടോ ഇവിടെ പറഞ്ഞ കൊക്കാട് അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ പുന്നപ്ര അല്ലെങ്കിൽ വള്ളകുന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം സ്ത്രീകളുടെ പ്രശ്നങ്ങളില്ല. കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടന ചർച്ച ചെയ്യും. പ്രതികരണശേഷിയുള്ളവരോടുകൂടി സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. MV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AKPCTA സംസ്ഥാന പ്രസിഡന്റ് AG ഒലീന പ്രഭാഷണം നടത്തി. P കരുണാകരൻ MP, മുൻ MLA K കുഞ്ഞിരാമൻ, TV ഗോവിന്ദൻ, VP ജാനകി, E പത്മാവതി, TV ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി തെരുവോര ചിത്രരചനയും സംഘടിപ്പിച്ചു. തുടർന്ന് ചെണ്ടമേളം, തിരുവാതിര, ഒപ്പന, തെരുവുനാടകം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ VV നഗറിൽ ഒരുക്കിയ പ്രചരണ ബോർഡാണ് ശ്രദ്ധേയമാകുന്നത്. മുളകൾ ഉപയോഗിച്ച് ദേശീയപാതയോരത്തൊരുക്കിയ പ്രചരണ ബോർഡ് ഇതിനോടകം തന്നെ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. ആകർഷണമായ ബോർഡ് ഒരുക്കിയത് വില്ലേജ് കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ്. CPIM ലോക്കൽ സെക്രട്ടറി V ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. K രമണി അധ്യക്ഷത വഹിച്ചു. MKV ജാനകി, M സരോജിനി, മാധവി കൃഷ്ണൻ, P സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു. K ഓമന സ്വാഗതം പറഞ്ഞു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൊടക്കാട് സെക്കൻഡ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കമ്പവലി മത്സരം സംഘടിപ്പിച്ചത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ പ്രഭാഷണം നടത്തി. PK ലക്ഷ്മി, KT രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. PT മോഹനൻ അധ്യക്ഷത വഹിച്ചു. K ശ്യാമള സ്വാഗതവും PV രോഹിണി നന്ദിയും പറഞ്ഞു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ കുടുംബക്ഷേമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു കൺവെൻഷൻ നടന്നത്. CWSA ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റ് A പ്രേമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേമ പദ്ധതിയുടെ ഫണ്ടിലൂടെ നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് നമ്മൾ പല സ്ഥലത്തും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലക്കകത്ത് ഈ പദ്ധതി ഫണ്ട് കൊടുക്കുമ്പോൾ തന്നെ രണ്ട് വിഭാഗമായ ആളുകൾ വന്നിരുന്ന് അമ്മ ഒരു ഭാഗത്തിരിക്കുന്നു, മകൻ മറ്റൊരു ഭാഗത്തിരിക്കുന്നു. അപ്പൊ തന്നെ ഈ ഫണ്ട് രണ്ടായി പകുത്തു നൽകണം എന്ന് പറഞ്ഞ് ശണ്ടയുണ്ടാക്കിയ കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 2-3 കേസ് അങ്ങനെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ട്രസ്റ്റ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ട്രസ്റ്റ് ബോർഡിലെ അംഗമായ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുടെ ഭാര്യ ആരാണോ നോമിനി, ആ നോമിനിയുടെ പേരിൽ ശരാശരി 1 വർഷമെങ്കിലും ആ നോമിനിയുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറന്ന് ക്രോസ് ചെക്ക് കൊടുത്ത് 1 വർഷമെങ്കിലും ആ ഫണ്ട് അവരുടെ പേരിൽ വെച്ചുകൊണ്ട് മാത്രമേ അത് പിന്നീട് വീതം വെക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് സഹദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഭാസ്കരൻ പടനോട് മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബക്ഷേമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടികളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും വിനോദ് കണ്ണൂർ വിശദമായി സംസാരിച്ചു. K സമദ്, M വിജയൻ, PV കുഞ്ഞിക്കണ്ണൻ, KV രമണൻ, ശിവാനന്ദൻ, PR ശശി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത മണൽ ഖനനം നടപടി ശക്തമാക്കി അധികൃതർ. 60 ലോഡ് മണൽ പിടികൂടി. കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലം അന്തിമ രൂപരേഖയാകുന്നു. ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിച്ചു. ബേക്കൽ ഉപജില്ലാ കലോത്സവം ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ലോഗോ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് കൃഷിഭവനിൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം നടത്തി. ദേവസ്വം ബോർഡുകളിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ജോലി സംവരണം വേണം. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി.
മടിയൻപാടത്ത് കാർഷിക മുന്നേറ്റമൊരുക്കി വീട്ടമ്മമാർ. കൊയ്ത്തുത്സവം നടന്നു. ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് സ്റ്റിക് ഡേ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.